2025 ഫെബ്രുവരിയിൽ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടൺ സന്ദർശിച്ചത്. 2030ഓടെ ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ അന്ന് ലക്ഷ്യമിട്ടു. 2025 മാർച്ച് 3-ന് ഇന്ത്യൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വാഷിംഗ്ടൺ സന്ദർശിക്കുകയും യുഎസ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ, കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 2030ഓടെ $500 ബില്യൺ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള മിഷൻ 500 പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ മാർച്ച് 31-ന് യുഎസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ ഉയർന്ന ഇറക്കുമതി നികുതികളെയും ഡേറ്റാ നിയമങ്ങളെയും കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇത് ചർച്ചകളിൽ ചെറിയ നിഴൽ വീഴ്ത്തി. 2025 ഏപ്രിലിൽ ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 26% റെസിപ്രോക്കൽ നികുതി ചുമത്തിയതോടെ തർക്കങ്ങൾ ആരംഭിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ അതിശക്തമായ സൈനിക നീക്കമാണ്. മെയ് 7 മുതൽ മെയ് 10 വരെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ശക്തമായ ഏറ്റുമുട്ടലുകൾ നടന്നു. 2025 മെയ് 10-ന് വൈകുന്നേരം 5 മണിയോടെ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കെ അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചത് എന്ന് ട്രംപ് അവകാശപ്പെട്ടു. താൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആണവയുദ്ധം ഉണ്ടാകുമായിരുന്നുവെന്നും 10 ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ താൻ രക്ഷിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനം പാലിച്ചില്ലെങ്കിൽ ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ റദ്ദാക്കുമെന്ന് താൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടു. സംഘർഷത്തിനിടെ 8 വിമാനങ്ങൾ വെടിവെച്ചിട്ടതായും അദ്ദേഹം പ്രസ്താവിച്ചു. ഇന്ത്യ പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളി. വെടിനിർത്തൽ തീരുമാനിച്ചത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക മേധാവികൾ നേരിട്ട് സംസാരിച്ചാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2025 ജൂണിൽ വാഷിംഗ്ടൺ സന്ദർശിക്കാനുള്ള ക്ഷണം മറ്റ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി മോദി നിരസിച്ചത് ചർച്ചകളെ മന്ദഗതിയിലാക്കി. 2025 പകുതിയോടെ വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളുമായി അമേരിക്ക വ്യാപാര കരാറുകൾ ഒപ്പിട്ടു. ഇത് ഇന്ത്യക്ക് അന്താരാഷ്ട്ര വിപണിയിൽ താൽക്കാലികമായ വെല്ലുവിളിയുണ്ടാക്കി. ഇന്ത്യയിലെ കോടിക്കണക്കിന് കർഷകരെ ബാധിക്കുന്നതിനാൽ ഡയറി, കാർഷിക മേഖലകൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു നൽകാൻ ഇന്ത്യ വിസമ്മതിച്ചു. ജപ്പാനും ദക്ഷിണ കൊറിയയും നൽകിയതുപോലെയുള്ള വലിയ നികുതി ഇളവുകൾ ഇന്ത്യയിൽ നിന്നും പ്രസിഡന്റ് ട്രംപ് പ്രതീക്ഷിച്ചിരുന്നു. 2025 ജൂലൈയിൽ ഒരു കരാറിന് സാധ്യതയുണ്ടായിരുന്നെങ്കിലും പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് ട്രംപിനെ തിരിച്ചു വിളിക്കാത്തതിനാൽ അത് പരാജയപ്പെട്ടു എന്ന് യുഎസ് കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് ആരോപിച്ചു. 2025 ഓഗസ്റ്റിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിൽ പ്രതിഷേധിച്ച് അമേരിക്ക നികുതി 50% ഉയർത്തി. 25% സാധാരണ ടാരിഫും 25% പിഴയും. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയുമായി വ്യാപാരം നടത്തുന്നുണ്ടെന്നും എണ്ണ വാങ്ങുന്നത് രാജ്യത്തിന്റെ തന്ത്രപരമായ താൽപര്യമാണെന്നും ഇന്ത്യ നിലപാടെടുത്തു. ജനുവരി 30-ന് യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എപ്സ്റ്റീൻ ഫയൽസ് റിലീസ് ചെയ്തു. 2017-ൽ നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിച്ചത് തന്റെ കൂടി ഇടപെടലുകൾ മൂലമാണെന്ന് എപ്സ്റ്റീൻ അവകാശപ്പെട്ടിരുന്നു. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടവുമായി ഇന്ത്യയെ അടുപ്പിക്കുന്നതിനുള്ള ഒരു പാലമായി ഇസ്രയേലിനെ ഉപയോഗിക്കാൻ താൻ ഉപദേശിച്ചുവെന്നാണ് എപ്സ്റ്റീൻ ഫയലുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഫയലുകളിലെ പ്രധാന വെളിപ്പെടുത്തൽ എപ്സ്റ്റീനും ഇന്ത്യൻ വ്യവസായി അനിൽ അംബാനിയും തമ്മിലുള്ള സന്ദേശങ്ങളാണ്. മോദിയുടെ ഇസ്രയേൽ സന്ദർശനത്തിന് മുന്നോടിയായി അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പ്രമുഖരായ ജാരഡ് കുഷ്ണർ, സ്റ്റീവ് ബാനൺ എന്നിവരുമായി ബന്ധപ്പെടാൻ അംബാനി എപ്സ്റ്റീന്റെ സഹായം തേടിയിരുന്നു. ഡൽഹിയിലെ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ എപ്സ്റ്റീനെ ബന്ധപ്പെടുന്നതെന്ന് അംബാനി അവകാശപ്പെട്ടു. ഇസ്രയേൽ വഴി അമേരിക്കൻ ഭരണകൂടത്തിൽ സ്വാധീനം ചെലുത്തുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്ന് ഫയലുകൾ പറയുന്നു. 2019-ൽ അംബാനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ മോദിയുടെ ആളുമായി സംസാരിച്ചുവെന്നും ഇന്ത്യൻ നയതന്ത്രത്തിൽ തനിക്ക് പങ്കുണ്ടെന്നും എപ്സ്റ്റീൻ തന്റെ സുഹൃത്തുക്കളോട് അവകാശപ്പെട്ടിരുന്നു. 2026-ന്റെ തുടക്കത്തിൽ യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട ഔദ്യോഗിക രേഖകൾ പ്രകാരം അനിൽ അംബാനിയും ജെഫ്രി എപ്സ്റ്റീനും തമ്മിൽ 2017-നും 2019-നും ഇടയിൽ
ആശയവിനിമയം നടന്നിരുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2017 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായി ട്രംപ് ഭരണകൂടത്തിന്റെ പ്രമുഖരുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാൻ അനിൽ അംബാനി എപ്സ്റ്റീന്റെ സഹായം തേടിയിരുന്നു. ഡൽഹിയിലെ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്നാണ് സന്ദേശങ്ങളിൽ സൂചിപ്പിക്കുന്നത്. തന്റെ ഡിഫൻസ് ബിസിനസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി യഹൂദ് ബറാക്കിനെ പരിചയപ്പെടാൻ അംബാനി എപ്സ്റ്റീന്റെ സഹായം തേടി. 2019 സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ഏകദേശം $750 മില്യൺ വ്യക്തിഗത വായ്പ ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് അംബാനി എപ്സ്റ്റീനുമായി ചർച്ച നടത്തിയിരുന്നു. 2019 മെയ് 23-ന് അംബാനി എപ്സ്റ്റീനെ അദ്ദേഹത്തിന്റെ ന്യൂയോർക്കിലെ വസതിയിൽ വെച്ച് കണ്ടതായി പറയപ്പെടുന്നു. ഇതിന് പിന്നാലെ താൻ മോദിയുടെ ആളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എപ്സ്റ്റീൻ സ്റ്റീവ് ബാനന് സന്ദേശം അയച്ചിരുന്നു. എപ്സ്റ്റീൻ തന്റെ കരീബിയൻ ദ്വീപിലേക്ക് അംബാനിയെ ക്ഷണിച്ചിരുന്നുവെങ്കിലും അംബാനി അവിടെ സന്ദർശനം നടത്തിയതിന് തെളിവുകളില്ല. 2026 ജനുവരി 31-ന് എയർഫോഴ്സ് വണ്ണിൽ വെച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഇന്ത്യ ഇനി മുതൽ റഷ്യയിൽ നിന്നോ ഇറാനിൽ നിന്നോ എണ്ണ വാങ്ങുന്നതിന് പകരം വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്ന് പ്രഖ്യാപിച്ചത്. 2026 ഫെബ്രുവരി 2-ന് നിലവിൽ വന്ന പുതിയ US-ഇന്ത്യ വ്യാപാര കരാർ പ്രകാരം റഷ്യൻ എണ്ണ ഒഴിവാക്കുന്നതിന് പകരമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന 50% നികുതി 18%-ആയി കുറച്ചു. 2026 ഫെബ്രുവരി 2-ന് മോദിയും ട്രംപും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം 50% നികുതി എന്നുള്ളത് 18%-ആയി കുറയ്ക്കാൻ തീരുമാനമായി. ഇത് ഇന്ത്യയിലെ തുണിത്തരങ്ങൾ, രത്നങ്ങൾ, IT മേഖലകൾ എന്നിവർക്ക് ഗുണകരമാകും. ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കുമെന്നും പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുമെന്നും ട്രംപ് പ്രസ്താവിച്ചു. എന്നാൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഊർജ്ജം, സാങ്കേതികവിദ്യ, വിമാനങ്ങൾ തുടങ്ങിയ മേഖലകളിലായി അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യ ധാരണയായി. ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ സൗകര്യങ്ങൾ നൽകും. എങ്കിലും ഡയറി, കൃഷി തുടങ്ങിയ സെൻസിറ്റീവായ മേഖലകളിൽ ഇന്ത്യ സംരക്ഷണം തുടരും. ഈ കരാറിന്റെ ഔദ്യോഗികമായി ആദ്യഘട്ട വിശദീകരണങ്ങൾ 2026 ഫെബ്രുവരി 7 മുതൽ 10 കാലയളവിൽ പുറത്തിറങ്ങും. പൂർണ്ണരൂപത്തിലുള്ള കരാർ മാർച്ച് പകുതിയോടെ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ലെതർ തുടങ്ങിയ മേഖലകളിലെ കയറ്റുമതിക്കാർ കരാറിനെ സ്വാഗതം ചെയ്യുന്നു. നികുതി 50%-ൽ നിന്ന് 18%-ആയി കുറഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകും. നികുതി തർക്കം അവസാനിച്ചത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ ഉണർവുണ്ടാക്കി. ഇത് നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. വ്യാപാര തടസ്സങ്ങൾ നീങ്ങുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദന വളർച്ചയ്ക്കും രൂപയുടെ മൂല്യം സ്ഥിരതയോടെ നിലനിർത്താനും സഹായിക്കുമെന്ന് അനലിസ്റ്റുകൾ കരുതുന്നു. ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ ബലികഴിച്ചുവെന്നാണ് ഇവർ വാദിക്കുന്നത്. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പഴങ്ങൾ, അണ്ടിപ്പരിപ്പ് മുതലായവ ഇന്ത്യ നികുതി ഇളവ് നൽകുന്നത് തദ്ദേശീയ കർഷകരെ ബാധിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ മുന്നറിയിപ്പ് നൽകി. ഇത് 2021-ലെ കർഷക പ്രക്ഷോഭത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാക്കും എന്നും ഇവർ ഓർമ്മിപ്പിക്കുന്നു. കരാറിന്റെ വിവരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ വയ്ക്കുന്നതിനു മുൻപ് പ്രസിഡന്റ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടതിനെ പല ലോക്സഭാ അംഗങ്ങളും വിമർശിച്ചു. റഷ്യ നൽകിയിരുന്ന വലിയ വിലക്കിഴിവ്, അതായത് ബാരലിന് ഏകദേശം $11 ഒഴിവാക്കി വില കൂടിയ അമേരിക്കൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കും. റഷ്യൻ എണ്ണ പെട്ടെന്ന് ഒഴിവാക്കുന്നത് മോസ്കോയുമായുള്ള ദീർഘകാല ബന്ധത്തെ ബാധിക്കുമോ എന്ന ആശങ്ക രാഷ്ട്രീയ തന്ത്രജ്ഞർ പങ്കുവയ്ക്കുന്നു. നിലവിലെ അമേരിക്കയിൽ നിന്ന് വർഷം തോറും ഏകദേശം $50 ബില്യൺ സാധനങ്ങൾ മാത്രം വാങ്ങുന്ന ഇന്ത്യക്ക് $100 ബില്യൺ സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ഈ പുതിയ നിബന്ധന എപ്രകാരം സാധ്യമാകും എന്ന ആശങ്കയും എല്ലാവരും പങ്കുവയ്ക്കുന്നു.
വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പറയുന്നത് ഡയറി, കൃഷി തുടങ്ങിയ നിർണായക മേഖലകളെ ഇന്ത്യ സംരക്ഷിച്ചിട്ടുണ്ടെന്നാണ്. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്നും ഈ കരാർ ഇന്ത്യൻ ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയ അവസരങ്ങൾ നൽകുമെന്നും സർക്കാർ അവകാശപ്പെടുന്നു.